ഗ്രന്ഥശാല ഇവിടെ പറഞ്ഞ ഇതനുസരിച്ചാണെങ്കിൽ വെറും ഹരിത ഗ്രന്ഥശാലയ്ക്ക് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ, അതായത് പരിസ്ഥിതി സൗഹൃദമായ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഇവിടുത്തെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ആളുകൾ കൂടിച്ചേരുന്ന പരിപാടികളിൽ മറ്റൊന്നും പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന ഒന്നും ചെയ്യില്ല. ഇതാണ് ഗ്രീൻ പ്രോട്ടോകോൾ. അപ്പോൾ ആ കാര്യത്തിലാണ് ഈ ഹരിത കേരള മിഷന് വന്നതിന് ശേഷം പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ട് തോട് കണ്ടപ്പോഴേ ഞാൻ ചോദിച്ചു, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരിമാരോട് ഞാൻ ചോദിച്ചത് തോട് ഒഴുകാതെ വെള്ളമുള്ള തോട് ഒഴുകുന്നതുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കുളമാണെങ്കിൽ നല്ല ഭംഗിയായിട്ടൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന കുളം. പക്ഷെ നമുക്കറിയാം കുറെ കാലമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അതിനെ വൃത്തിയാക്കി ഒരു ഇടമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഗ്രന്ഥശാലയ്ക്കുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു കൈ നീട്ടാനായിട്ട് ഈ ഗ്രന്ഥശാലയിലെ ലീഡർഷിപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. കാവലായി നിൽക്കുന്ന, കൂട്ടായി നിൽക്കുന്ന, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഇത്തരം ഒരു നന്മയ്ക്കായിട്ട് കാത്തു നിൽക്കുവാൻ സഹായിക്കാൻ നിൽക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇവിടെ ഇരുന്ന് കാണുന്ന ഈ ഫ്രെയിം ഉണ്ടല്ലോ, ഈ ചുറ്റുപാട് കാണുന്ന ഫ്രെയിം അതിമനോഹരമായിട്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ നോക്കിയാലും പച്ചപ്പ് തന്നെ. കാരണം ഉയർന്നു നിൽക്കുന്ന ഈ ഇത്രയും ഉയർന്ന രണ്ടാം നിലയായിട്ട് നമുക്കിതെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. കേട്ടോ രാജേന, നമുക്കൊന്ന് ശ്രമിച്ചാൽ ചിലപ്പോൾ ഇതിനെ ഒരു കാർബൺ ന്യൂട്രൽ സ്ഥാപനവും വേണമാക്കി മാറ്റാൻ കഴിയുമെന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും ടി കോവൂരിൻ്റെ ഓർമ്മയിലുള്ള സ്മരണയിലുള്ള ഈ ഗ്രന്ഥശാലയുടെ പേരും നമുക്ക് കേരളമാകെ അറിയിക്കണം. അതിന് ഹരിത കേരള മിഷൻ എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗ്രന്ഥശാലയെ ഹരിത ഗ്രന്ഥശാലയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്.